ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് കാർഗോ നീക്കത്തിൽ പ്രതിസന്ധി ഉണ്ടായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ. വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടുന്ന 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ്. ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ മുതലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ എയർ ഇന്ത്യ സാറ്റ്സ് കരാർ ജീവനക്കാരുടെ വളരെ പെട്ടെന്നുള്ള പണിമുടക്ക് കാരണം ചില പ്രതിസന്ധികൾ ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ന് രാവിലെ എത്തിയ വിമാനത്തിൽ അതിലൊന്നിലെ യാത്രക്കാർക്ക് കാര്യമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. കാരണം ഈ എയർ ഇന്ത്യ സാറ്റ്സിലെ ജീവനക്കാരാണ് ഈ കാർഗോ ഹാൻഡ്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. മാത്രവുമല്ല, ഈ കരാർ ജോലിയാണെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ മാൻ പവർ വേണ്ട ഒരു സംവിധാനം കൂടിയാണ് ഇതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും അവർ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതായത് 2022 അവർക്ക് അവസാനമായി ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം ശമ്പള പരിഷ്കരണം നടന്നില്ല. ഈ ലേബർ കമ്മീഷനുമായി 3 തവണ ചർച്ച നടത്തിയെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു അനുനയ നീക്കം ഉണ്ടാവുകയും ചെയ്തില്ല. ലേബർ കമ്മീഷണർ തന്നെ ഇനി ഈ പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന ഔദ്യോഗികമായി കത്തിൽ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ ശമ്പളം സംബന്ധിച്ചൊരു ധാരണയാവാത്തതായിരുന്നു ഈ പ്രതിസന്ധി. അതിനുശേഷം ഈ ലേബർ കമ്മീഷണർ ഇതിൽ നിന്ന് പിന്മാറുന്നു. എയർ ഇന്ത്യ സാറ്റ്സ് ജീവനക്കാർ അവർ പറയുന്ന ശമ്പളത്തിലേക്ക് എത്താൻ തയ്യാറായില്ല. അങ്ങനെ ആ പ്രതിസന്ധി തുടരുന്നതിനിടെ ഇന്നലെ വൈകിട്ട് മുതൽ എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ ജീവനക്കാർ പണിമുടക്കി. അങ്ങനെയാണ് ഈ കാർഗോ ഹാൻഡ്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുള്ളത്. നിലവിലിപ്പോൾ നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദമാമിൽ നിന്നുള്ള ഫ്ലൈറ്റാണ്, എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തും. ഏതെങ്കിലും തരത്തിൽ അന്നേരം ഇവർ ഈ പകരം ഒരു സംവിധാനം, അതായത് എയർ ഇന്ത്യ ഈ അവരുടെ താൽക്കാലിക ജീവനക്കാരെ, മറ്റ് ജീവനക്കാരെ കൊണ്ട് ഈ കാർഗോ ഹാൻഡ്ലിംഗ് ഒരു പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും, എത്രത്തോളം അവരെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്ത് തീർപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതേസമയം ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി രൂക്ഷമായി അനുഭവിക്കാൻ പോകുന്നത് ഈ കാർഗോ, അതിൽ ഏറ്റവും പ്രധാനം ഈ ചരക്ക് നീക്കമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് ഡൊമസ്റ്റിക് എയർപോർട്ടിനടുത്ത സ്ഥലത്താണ് ഈ വലിയ ചരക്ക് നീക്കമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായും അത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഇന്നലെ രാത്രി മുതൽ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഇതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയത്. ഇന്നലെ ഈ പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ മാത്രമാണ് കാർഗോ നീക്കം സാധ്യമായത്. 6 ജീവനക്കാർ ചേർന്ന് 23 ടൺ സാധനങ്ങൾ കയറ്റി അയച്ചു. ഈ വിമാനം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ ഈ കാർഗോ പ്രതിസന്ധി അത് അതിരൂക്ഷമായി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില അടിയന്തര നീക്കങ്ങളിലേക്ക് എയർ ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ഥലത്ത് എയർ ഇന്ത്യ സാറ്റ്സിന് മുൻപിൽ ഈ കരാർ ജീവനക്കാരുടെ സമരം നടക്കുന്നു. അവർ അവരുടെ തൊഴിലാവശ്യം, അതായത് ഈ ശമ്പളം അത് കൃത്യമായി ലഭിക്കാതെ, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെ ഈ സമരത്തിലൊരു നീക്കുപോക്കില്ല എന്നുള്ള ധാരണയിൽ അവരും ഇരിക്കുന്നു. ഏതായാലും അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. താൽക്കാലികമായി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചില സൗകര്യങ്ങൾ അത് എയർ ഇന്ത്യ നടത്തിയിട്ടുണ്ടെങ്കിലും കാർഗോ നീക്കത്തിലടക്കം ഈ ഒരു സ്ഥിരം ഇത് സംവിധാനം ഒരുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അതിലാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.